കോഴിക്കോട് കൊയിലാണ്ടിയിൽ RTO ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അജി കുഞ്ഞുമോഹൻ കോഴിക്കോടും ചെയ്യുന്നു. അജി, എപ്പോൾ എവിടെ എങ്ങനെയാണ് ഈ സന്ദേശം എത്തിയത്? എന്താണ് നിലവിൽ പോലീസിന്റെയൊക്കെ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട്? ഇന്ന് രാവിലെ 11 മണിയോടെയാണ് വടകര RTO ഓഫീസിലും കൊയിലാണ്ടി RTO ഓഫീസിലും ഇത്തരത്തിൽ ഒരു വ്യാജ ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ഈ വടകര RTOയുടെയും ഒപ്പം തന്നെ കൊയിലാണ്ടി RTOയുടെയും ഔദ്യോഗിക ഇമെയിൽ വഴിയാണ് ഈ സന്ദേശം വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് 13ഓളം ബോംബുകൾ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത്. ഇമെയിൽ വന്നിരിക്കുന്നത് തമിഴ്നാട് സർക്കാരിനെതിരെയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ദ്രാവിഡ പ്രവാസി സർക്കാരും ഞങ്ങളുടെ പിന്തുണയുള്ള സംഘടനകളും എന്ന തലക്കെട്ടിലൂടെയാണ് ഇവർ ഇത്തരത്തിൽ ഒരു മെയിൽ അയച്ചിരിക്കുന്നത്. മലയാളത്തിലാണ് മെയിൽ അയച്ചിരിക്കുന്നത്. അതിൽ 5 പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നത് ഈ തമിഴ്നാട്ടിലും ഇന്ത്യയിൽ ഉടനീളമുള്ള മയക്കുമരുന്ന് വ്യാപാരത്തിൽ MK സ്റ്റാലിൻ്റെയും കുടുംബത്തിൻ്റെയും പങ്കാളിത്തം തുറന്ന് കാട്ടുക എന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ ഈ ഭീഷണി സന്ദേശത്തിൽ പ്രധാനമായും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഏതായാലും ഈ പോലീസും ഒപ്പം തന്നെ ഡോസ്കോഡും ബോംബ് വിദഗ്ധരുമടക്കം ഈ സംഭവം പരിശോധിച്ചപ്പോൾ ഒന്നും തന്നെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഏറെ നേരം ഈ 2 RTO ഓഫീസുകളിലും വടകരയിലും ഒപ്പം തന്നെ കൊയിലാണ്ടിയിലും വലിയ തലത്തിൽ ആളുകൾ പരിഭ്രാന്തരായി, ഉദ്യോഗസ്ഥരടക്കം പരിഭ്രാന്തിയിലാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാന്തരമായി ഇങ്ങനെ ഇതിനു മുൻപും തുടർച്ചയായി ബോംബ് ഭീഷണി സന്ദേശം വരുന്നു, വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇത് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. സുഖി, രാജ്യത്തുടനീളം 1100-ലധികം വ്യാജ ബോംബ് ഭീഷണികൾ വിളിച്ചു പറഞ്ഞ മെയിൽ അയച്ചയാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. കർണാടക സ്വദേശിയായത് ഇപ്പോൾ വീണ്ടും കേരളത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി, അതും തമിഴ്നാട് രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ മലയാളത്തിലെത്തിയ ഭീഷണിയിലാണ് ഇപ്പോൾ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.